നിക്ഷേപത്തുക തിരികെ കിട്ടാത്തതിനാൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയ കേസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന പരാതിയുമായി മരിച്ച സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരായി. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തിയ സിറ്റിംഗിലാണ് മേരിക്കുട്ടി ഹാജരായത്. സാബു ജീവനൊടുക്കുന്നതിന് തലേദിവസം അനുഭവിച്ച മാനസിക വിഷമങ്ങളുടെയും ഭീഷണികളുടെയും തെളിവായി 6 ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ കമ്മീഷനെ ധരിപ്പിച്ചു. നിക്ഷേപത്തുക തിരികെ കിട്ടാത്തതിനാൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയ കേസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന പരാതിയുമായി മരിച്ച സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരായി. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തിയ സിറ്റിംഗിലാണ് മേരിക്കുട്ടി ഹാജരായത്. സാബു ജീവനൊടുക്കുന്നതിന് തലേദിവസം അനുഭവിച്ച മാനസിക വിഷമങ്ങളുടെയും ഭീഷണികളുടെയും തെളിവായി 6 ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ കമ്മീഷനെ ധരിപ്പിച്ചു. വലിയൊരു വിഡ്രോവൽ ഈയിടെ നടന്നെന്ന് പറയുന്നുണ്ട്. എന്ത് വിഡ്രോവൽ നടന്നു? ഈ വിഡ്രോവലിന് കൊടുക്കാൻ അവർക്ക് കാശുണ്ടല്ലോ, ഞങ്ങളുടെ പൈസ തരാൻ അവർക്ക് പൈസ ഇല്ല. വലിയ വിഡ്രോവൽ ഈയിടെ നടന്നു എന്നാണ് തന്നെയാണ് പറയുന്നത്. ആ ഓഡിയോക്കകത്ത് അത് കൃത്യമായ ഓഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. വലിയ വിഡ്രോവൽ കൊടുക്കാൻ ഇവർക്ക് പൈസയുണ്ട്, പക്ഷെ ഞങ്ങളുടെ പാവങ്ങളുടെ പൈസ തരാനായിട്ട് അവർക്ക് പൈസ ഇല്ല. എന്തുകൊണ്ട് അവർ പൈസ തന്നില്ല? പൈസ തരാത്തത് തന്നെയല്ല, ആ പാവത്തിനെ അത് കഴിഞ്ഞ് തന്റെ പേരിൽ ഞാൻ കേസ് എടുക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ കേസ് എടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്ഥാപനം നിലനിൽക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുന്ന ഓഡിയോ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അതെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരനെ വിളിച്ചു, എന്തെങ്കിലും മാർഗമുണ്ടോന്ന്. ലാസ്റ്റ് കൂട്ടുകാരൻ പറയുന്നു നമുക്ക് കേസ് കൊടുക്കാൻ സാവു എന്ന് പറയുന്നുണ്ട്. പക്ഷെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കുടുംബത്തോടെ തീർക്കുമെന്ന് സാവു പറയുന്നുണ്ട്. കൃത്യമായ ഓടിയുണ്ട്. കുടുംബത്തോടെ തീർക്കും എന്നുള്ള ഒറ്റ പേടിയാണ്. കുടുംബം തീരുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തത് ഒറ്റ കാരണം കൊണ്ടാണ് സാവു ഇത് ചെയ്തത്. ഇതിലേക്ക് പോകാൻ കാരണം ഞങ്ങളുടെ കുടുംബം അനാഥമാക്കിയവരാണ് ഇവർ. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ മേരിക്കുട്ടിയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്താനായി ഇടപെടുമെന്നും കമ്മീഷൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബർ 20-നാണ് നിക്ഷേപകൻ കൂടിയായ വ്യാപാരിയെ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കട്ടപ്പന പള്ളിക്കവലയിൽ വെറൈറ്റി ലേഡീസ് സെന്റർ നടത്തുന്ന മുളങ്ങാശ്ശേരിൽ സാബു തോമസ് ആണ് മരിച്ചത്. സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്ന പണം ഭാര്യ മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അധികൃതർ അപമാനിച്ചിറക്കിവിട്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടായിരുന്ന സെക്രട്ടറി റെജി എബ്രഹാം, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ്, സീനിയർ ക്ലർക്ക് സുജാമോൾ ജോസ് എന്നിവരാണ് പ്രതികൾ. ഇവരെ കഴിഞ്ഞ മാസം സൊസൈറ്റി ഭരണസമിതി തിരിച്ചെടുത്തിരുന്നു. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം VR സജിയെ പോലീസ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.